അപ്പോൾ നമുക്കിന്നൊരു ചക്ക സ്റ്റോറി ആയാലോ. അപ്പോൾ വെട്ടിയ ചക്ക നമ്മൾ 4ആയിട്ട് ഭാഗം ചെയ്തിട്ട് ഓരോരോ അയൽവക്കക്കാർക്ക് കൊടുക്കുന്ന സീനാണ് നിങ്ങളീ കാണുന്നത്. പണ്ട് മുതലേ അങ്ങനെ കേട്ടോ, നമുക്കൊന്ന് കിട്ടിയാലും അവർക്കൊന്ന് കിട്ടിയാലും അത് ഷെയറിങ് ആണേ. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അപ്പം ഇപ്പോൾ ചക്ക എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും ചില വീട്ടിലൊന്നും ചക്ക കായ്ച്ചിട്ടില്ല. അപ്പം നമുക്കിന്ന് ചക്ക കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവർക്കൊക്കെ കൊടുത്തേക്കാന്ന്. അപ്പോൾ വീട്ടിലെ ചക്ക ഇങ്ങനെ അമ്മയാണ് മുഴുവൻ ഇങ്ങനെ പെറുക്കി സെറ്റാക്കി തരുന്നത്. ആ സെറ്റാക്കി ചക്ക ഇങ്ങനെ പാത്രത്തിലിടുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ വയറ്റിലേക്ക് ഇട്ട് നിറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. സത്യം പറയാലോ, ചക്ക പുഴുക്ക് വേവിച്ച് കഴിക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ പച്ചച്ചക്ക കഴിക്കും കേട്ടോ. അമ്മ പറയും ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ വേറെ വല്ല അസുഖവും വരുമെന്ന്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു അമ്മ എന്നും ചക്കപ്പുഴുക്ക തിന്നുന്നത്, ഒരു വെറൈറ്റിക്ക് ചക്ക വറുത്തായാലോ എന്ന്. സത്യം പറയുമല്ലോ, ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ചക്കപ്പുഴുക്ക്, ചക്ക വറുത്തത്, പിന്നെ വേണമെങ്കിൽ ചക്ക കൊണ്ട് കറി ഉണ്ടാക്കാം. പിന്നെ ചക്കക്കുരു കൊണ്ട്, പാട കൊണ്ട്, തോല് കൊണ്ട്, മടൽ വരെ കൊണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാണ്ട് പറ്റും. അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ ചക്ക വറുത്തതാണ് ഉണ്ടാക്കാണ്ട് പോകുന്നത്. അപ്പോൾ ചക്ക വറുത്തതിനെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് വേറൊരു സ്റ്റോറി ഓർമ്മ വരുന്നത്. പണ്ടിങ്ങനെ സ്കൂളെല്ലാം വിട്ട് കഴിഞ്ഞ് ഭയങ്കര മഴക്കാലമൊക്കെ ആകുമ്പോഴുണ്ടല്ലോ, സമയമാകുമ്പോഴത്തേക്ക് അമ്മ ഒരു ഡെപ്പയ്ക്കകത്ത് ഇങ്ങനെ ചക്ക വറുത്ത് സൂക്ഷിച്ച് വെക്കും കേട്ടോ. അപ്പം നമ്മൾ വരുന്ന പാടെ അമ്മ നമ്മൾക്ക് കുളിക്കാണ്ട് ചായയും കടിയൊന്നും തരത്തില്ല. ആദ്യം കുളി പിന്നെ ഫുഡ്, അങ്ങനെ കേട്ടോ. അങ്ങനെ ഒരു ദിവസം അമ്മ അറിയാണ്ട് ഞാൻ കുറച്ച് ചക്ക അങ്ങ് എടുത്ത് കഴിച്ചു. നമ്മൾ പറയില്ലേ അടിച്ചു മാറ്റി തിന്നുകയെന്ന്. സത്യം പറയാതെ എൻ്റെ ചേച്ചിമാർ ലീവിന് വരുമ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചക്ക വറുത്തായിരുന്നു. അത് കൈയിട്ട് വറുത്തുന്നതിന് അമ്മേൻ്റെ അടുത്ത് എനിക്ക് നല്ല വഴക്കം, നല്ല അടിയും കിട്ടി. അപ്പോൾ ഇന്ന് ചക്ക വറുത്തപ്പോൾ ഞാൻ അത് പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഇങ്ങനെ, അന്ന് അമ്മ എന്നെ എത്ര അടിച്ചു എന്നറിയാം 2 ചക്ക കഷ്ണം കഴിച്ചതിന്. ഇപ്പോഴും പറയാലോ, ഒരു ചൂട് കട്ടൻ ചായയും ആ ചക്കവറുത്തം കൂട്ടിയിട്ട് പിടിപിടിക്കുമ്പോഴുണ്ടല്ലോ എന്താ സുഖം.